ഞാൻ എൻ്റെ ഇലയട അത് ഞാൻ ഇലയിൽ വെച്ച് ഞാൻ ആദ്യം ഇതിൻ്റെ ഇലയും ശർക്കരയും തേങ്ങയും ഗോതമ്പ് പൊടി കുഴച്ചതൊക്കെ ഞാൻ നിങ്ങളെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ രണ്ടാമതായിട്ട് ഞാൻ ഇലയട ഉണ്ടാക്കുന്നത് ഇത് ഒരെണ്ണം നിങ്ങളെ വീഡിയോയിൽ കാണിക്കുന്നതിനാണ് കേട്ടോ. ഗോതമ്പ് മാവ് ഇത് ഞാൻ എടുത്തിരിക്കുന്ന ഇല വട്ട ഇലയാണ് കേട്ടോ. ഗോതമ്പ് മാവ് പരത്തി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് തേങ്ങ ഇട്ടു, തേങ്ങയുടെ മീതെ ശർക്കരയും ഇട്ടു. അപ്പം നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെയാണ് ഞാനിതിനെ നമ്മളതിനെ കണ്ടോ, ഇത് കണ്ടോ. വാഴയിലേക്കാളും ഇലയട ഉണ്ടാക്കാൻ എളുപ്പം വട്ട ഇലയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് ചെറിയ ഇല എടുക്കുന്നതാണ് നല്ലത് കേട്ടോ ഇലയട ഉണ്ടാക്കുന്നതിന്. അപ്പോൾ ഞാനിതിൻ്റെ ചെറിയ ഇലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ മാവ് പരത്തിയതിന് ശേഷം ഉടനെ പെട്ടെന്ന് അതങ്ങ് മടക്കി അങ്ങ് വെക്കാം കണ്ടോ. അപ്പോൾ ഞാൻ അതുപോലെ ഞാൻ കുറേ ഒരു 6 എണ്ണം ഞാൻ 6 ഇലയട ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. 3, 4, 5, 6 ഞാൻ ഇത്രയാണ് ഞാനിന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഇലയട കേട്ടോ. അപ്പോൾ നമുക്കിത് ഇലയട ഉണ്ടാക്കുന്നതിന് എളുപ്പം വട്ട ഇലയാണ് കേട്ടോ. വാഴ ഇല നമ്മൾ മടക്കി കഴിയുമ്പോൾ തന്നെ അത് ചിലപ്പോൾ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതാകുമ്പോൾ ഒരു കുഴപ്പമില്ല. അത് കണ്ടോ, നല്ല ഭംഗിയായിട്ട് നമുക്കത് മടക്കിയെടുക്കാൻ എളുപ്പമാണ്, ഒരു കുഴപ്പവുമില്ല. അതിന്ന് തിളയ്ക്കുന്ന സമയത്തോ അത് പോകുമെന്നോ ഒന്നും പേടിക്കാനൊന്നുമില്ല കേട്ടോ. കണ്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ നിങ്ങളെ കാണിക്കുന്നത് ഞാനിത് വയ്ക്കുന്നത് ഇഡ്ഡലി പാത്രത്തിലാണ് കേട്ടോ. പണ്ട് ഇപ്പോൾ സാധാരണ എല്ലാവരും ഇലയട ഉണ്ടാക്കുന്നത് പണ്ട് എൻ്റെ കുഞ്ഞു നാളിൽ ഇലയട ഉണ്ടാക്കുന്നത് മൺകലങ്ങളിലാണ് കേട്ടോ. ആ മൺകലത്തിലൊക്കെ ഇലയട ഉണ്ടാക്കിയിട്ട് അവർ നാളത്തെ ആവശ്യത്തിന് വൈകുന്നേരം ആകുമ്പോൾ ഇലയട ഉണ്ടാക്കി മൺചട്ടിയിൽ ഇങ്ങനെ വെച്ചിരിക്കും. രാവിലെ ആകുമ്പോൾ നല്ല തണുത്തിരിക്കും, അത് തിന്നാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. മൺകലത്തിൽ വെക്കുന്നതും അത് രാവിലെ ആകുമ്പോൾ രാത്രി ചൂടോടെ അടുപ്പിൽ തന്നെ വെച്ചിരിക്കും കേട്ടോ. അങ്ങനെയൊക്കെ പണ്ടൊക്കെ ഞങ്ങളത് കഴിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴൊക്കെ അതൊക്കെ മാറി. ഇപ്പോൾ മൺചട്ടിയിലൊന്നും അല്ലല്ലോ, ഇപ്പോൾ സാധാരണ വേറെ പുതിയ ഐറ്റം പാത്രങ്ങളൊക്കെ ഇറങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ എല്ലാവരും അല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ളവർ ഇഡ്ഡലി പാത്രങ്ങളിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാത്രങ്ങളിലൊക്കെ വയ്ക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇഡ്ഡലി പാത്രമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ഇത് വെന്തതിന് ശേഷം ഞാൻ ഈ വീഡിയോ നിങ്ങളെ കാണിക്കുന്നതാണ് കേട്ടോ. ഈ ഇലയട വെന്ത് തരുന്നത് വരെയും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ വെന്തതിന് ശേഷം ഇലയട ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് ഈ ലില്ലി ബ്ലോഗിനെ ഒന്ന് സഹായിക്കണം. കാരണം എൻ്റെ പുതിയ ബ്ലോഗാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ബ്ലോഗിന് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, കാരണം സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന ഇലയടയാണ്, പക്ഷേ ഇല മാത്രം ഞാൻ വട്ട ഇല ഉപയോഗിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെന്നെ ഒന്ന് സഹായിക്കണം കേട്ടോ പ്ലീസ്. എൻ്റെ വീഡിയോയ്ക്ക് സബ്സ്ക്രൈബ് കുറവാണ്. അപ്പോൾ ഷെയറൊക്കെ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ എനിക്ക് വീഡിയോ ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം പ്ലീസ്.